ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേഡീസ് ഹൗസ്. അപ്പോൾ ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്, ഡേറ്റ്സ് ലെമൺ പിക്കിൾ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 ഈ സൈസിലുള്ള ചെറുനാരങ്ങയാണ്. ഇത് ഞാൻ കഴുകിയിട്ട് ഇതുപോലെ തുടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഇതേ സൈസിൽ നല്ല പഴുത്തിട്ടുള്ള നാരങ്ങ 15 എണ്ണമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേ സൈസിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്കിതിനകത്തേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ ഞാൻ വെളുത്തുള്ളി 16 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, അല്ലി വലിയ വെളുത്തുള്ളി. പിന്നെ ഇഞ്ചി ഞാൻ ഒരു വലിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 പച്ചമുളക്. ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് പൊതുവേ നമ്മൾ നല്ലെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കിനി ഓയിലൊന്ന് ചൂടാണ് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു ടൈമിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു 2-3 വറ്റൽമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിനകത്തേക്ക് ഒന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 16 വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ നീളത്തിലാണ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തേക്കുന്നത്. അതെങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ 10 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. ഞാനത് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 4-5 സ്ട്രിങ് വേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്കിനി ഒന്ന് പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ല പോലെ തന്നെ പച്ചമണം മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഓരോ പൊടികൾ ഇട്ട് വരുമ്പോഴത്തേക്കും പൊടികൾ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊടികൾ ഇടുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. അതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ വഴറ്റി എടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റി എടുക്കരുത് കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസോളം വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് വിനീഗർ ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് 15 ഡേറ്റ്സ് ആണ് ഞാൻ കുരു കളഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ആ ഡേറ്റ്സ് കൂടി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് കുരു കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുനാരങ്ങയാണ്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1.25 ഗ്ലാസോളം നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിളച്ച വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം.
പിന്നെ നല്ല ചാറ് കൂടുതൽ ആവശ്യമുള്ളവർ 2 ഗ്ലാസ് വരെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിനകത്ത് കിടന്നിട്ട് ഇനി ഒന്ന് ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് എണ്ണ തെളിയണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നമ്മളിതുവരെ ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഈ ഒരു ടൈമിൽ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. പിന്നെ വിനീഗറിൻ്റെ അളവ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്ക് എത്ര വിനീഗറിൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു 1/4 ഗ്ലാസ് ഒഴിക്കുന്നത് കറക്റ്റ് തന്നെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലേക്ക് ആക്കുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏതായാലും തൽക്കാലം ഞാൻ ഇത്രയേ ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് എണ്ണ തെളിയുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല, നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ഓരോരുത്തർക്ക് എത്ര ചാറിൻ്റെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വറ്റിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ എനിക്കിത് കറക്റ്റാണ്. അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ട് ഇനി തണുക്കാനായിട്ട് വെക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കുറുകുകയും ചെയ്യും കേട്ടോ. തണുത്തതിന് ശേഷം വേണം നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റാനായിട്ട്. ഇപ്പോൾ ഇതിവിടെ നല്ലോണം തണുത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. എന്താ കണ്ടില്ലേ, അത്യാവശ്യം നല്ലോണം കുറുകിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പോൾ നമുക്കിനി ഇതൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇത് നമ്മുടെ ബിരിയാണിക്കൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു അച്ചാറാണിത്. ലെമൺ ഡേറ്റ്സ് പിക്കിൾ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. അപ്പോൾ ഇപ്പോൾ ചെറിയൊരു കയ്പുണ്ടാവും. നമ്മൾ ഉപ്പിലിടാതെയും വാട്ടാതെയൊക്കെ ഇട്ട നാരങ്ങയാണിത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കയ്പുണ്ടാവും. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റി അച്ചാറായിരിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.